സർ, മന്ത്രി വീണ ജോർജിനെതിരായി കഴിഞ്ഞ ദിവസം നടന്നു എന്ന് പറയപ്പെടുന്ന ആക്രമണം, മന്ത്രിയെ നേരിട്ട് പ്രതിഷേധക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ മന്ത്രിക്ക് പരിക്കുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. വേദന തുടരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരത്തേക്ക് മാറണം എന്നൊക്കെ മന്ത്രി ആവശ്യപ്പെടുന്നു. നേതാക്കളൊക്കെ മുഖ്യമന്ത്രി സംഭവം നടന്ന് അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ചെന്ന് ആരോഗ്യമന്ത്രിയെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നു. ആ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതൊരു അഭിനയമാണ്, നാടകമാണ് എന്നാണ്. മികച്ച രീതിയിൽ സിപിഎം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? ഈ നടക്കുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ? ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയാകുന്നു. ആ മന്ത്രിസഭ അവരുടേതായ കാഴ്ചപ്പാടിൽ ഓരോ നിയമങ്ങൾ ജനങ്ങൾക്കു വേണ്ടി നടപ്പാക്കുന്നു. ഇതാണ് പൊതുവെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം. അതിൽ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ കടമ. അത് ഇപ്പോ ഈ പ്രതിഷേധക്കാര് ഭരണത്തിൽ വന്നാൽ ഈ ഭരണത്തിലിരിക്കുന്നവരും പ്രതിഷേധിക്കും. ഈ ഭരണത്തിലിരിക്കുന്നവർ ഭരണത്തിലിരിക്കുമ്പോൾ ഈ പ്രതിഷേധക്കാരും പ്രതിഷേധിക്കും. ഭരിക്കുന്നവർ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതിനെ നന്നായി കാണുന്ന ഒരു വിഷയം കേരള ചരിത്രത്തിൽ ഉണ്ടായതായി എൻ്റെ അനുഭവത്തിലില്ല. ഭരിക്കുന്നവൻ എന്തു ചെയ്താലും അതിനെ പ്രതിഷേധിക്കുക എന്ന് മാത്രമേ പ്രതിപക്ഷത്തിരിക്കുന്നവർ പഠിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവൻ ഭരണപക്ഷത്ത് വന്നാൽ മറ്റവൻ പ്രതിപക്ഷത്ത് വരുമ്പോഴും നേരെ തിരിച്ചും നമ്മളിത് കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാടകം. സത്യത്തിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ജനാധിപത്യ രീതിയിൽ ഭരണത്തിൽ വന്നവൻ നടപ്പാക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അത് ആ ഭരണത്തെ അവിടുന്ന് ഇറക്കിവിടാനോ അതിനെ രക്ഷപ്പെടുത്താനോ പ്രതിപക്ഷം സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം? അത് ആരായാലും ഇവര് മാറി മാറി ഭരിക്കുന്നവരാ. അപ്പൊ ഇപ്പോ ഈ വീണ ജോർജ് ചെയ്തു എന്ന് പറയുന്ന വീണ ജോർജ് അല്ല സത്യത്തില് ഇത് വിഷയം. ഒരു കോവിഡ് കാലത്ത് ഒരു സർജറി നടന്നപ്പോൾ ഒരു സ്ത്രീയുടെ, നമ്മളത് കഴിഞ്ഞ ആഴ്ചത്തെ വലിയൊരു ന്യൂസ് ആയിരുന്നു. ഇതിനെക്കാട്ടി വലിയ വലിയ ന്യൂസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താവോ ഈ ന്യൂസ് ഇത്ര വലുതാക്കി കൊണ്ടുവരുന്നത് ഇത് ഇലക്ഷന്റെ അടുത്തായ കാരണം ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നേരിട്ടിട്ട് പലതിലും ഇടപെട്ട കാരണം ഇതിനെക്കാട്ടിയും വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ കോളേജിലല്ല, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാ തോന്നുന്നു, സർജറി കഴിഞ്ഞിട്ട് വയറ്റില് പഞ്ഞിയുടെ കെട്ട് വയറ്റിലിരിക്കുകയാണ്. ഇപ്പോൾ കത്രിക കണ്ടു. ഇനി അങ്ങനെ പലതും പല സന്ദർഭങ്ങളിൽ ആ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ അവിടെയുള്ള തിയേറ്റർ ഓർഗനൈസ് ചെയ്യുന്നവരുടെ ശ്രദ്ധ കുറവോ എന്തുകൊണ്ടോ അത് സംഭവിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. ഇപ്പോ അത് വീണ്ടും ഒരെണ്ണം ഇപ്പൊ പുറത്തു വന്നു. അത് വലിയൊരു ന്യൂസ് ആക്കുന്നു. എന്താ ന്യൂസ്? ഈ വേദന വന്നി കത്രിക കണ്ടതും ഒക്കെ ആ വീട്ടുകാർക്കും അവരുടേതായ ഒരു രാഷ്ട്രീയം അവിടെ കളിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ വയറ്റിൽ ഒരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ നേതാവിനെ വിളിച്ചു വരുത്തലല്ലോ നമ്മുടെ ഡ്യൂട്ടി. ആണോ? നമ്മുടെ ഒരു പ്രശ്നം എത്രയും വേഗത്തിൽ തീർക്കാൻ നമ്മൾ ഓടുകയാണ്. ഈ ചെയ്ത സ്ഥലത്ത് തന്നെ അത് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. ഇനി അവിടെ വിശ്വാസമില്ലെങ്കിൽ ഇപ്പൊ പോയ ഇവരെ പറഞ്ഞു വിട്ട നേതാവ് പറഞ്ഞു വിട്ട ആ ഹോസ്പിറ്റലേരും അത് വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യും. ഇതൊന്നും അല്ല ഇവിടുത്തെ ന്യൂസ് വരുന്നത്. ഒരു കസ്തൂരിക വയറ്റിൽ കാണുന്നു, അപ്പോഴേക്കും അവരുടെ പാർട്ടിയുടെ നേതാവ് അറിയുന്നു, നേതാവ് വിളിച്ചു പറഞ്ഞ് അവിടെ ചെല്ലുന്നു, ഇതിന്റെ ക്രെഡിറ്റുകൾ പലതരത്തിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വകുപ്പിന്റെ മന്ത്രിയെ വഴിയിൽ ഗരാവോ ചെയ്യുന്നു. ഗരാവോയിൽ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ പലതും നമുക്ക് ഇത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാർന്നുമായി തോന്നുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു ഭരണപക്ഷത്തിൽ അവർ ചെയ്യുന്ന നടപ്പാക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം നമ്മുടെയാണ്. ഈ പ്രതിഷേധം പല രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാം. ഉപവാസം ഇരുന്നിട്ടാവാം, അധികം ശബ്ദിക്കാതെ ആവാം, അല്ലെങ്കിൽ വളരെയധികം ശബ്ദിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ നടത്തിയിട്ടാവാം. അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് പല രൂപത്തിൽ പ്രതിഷേധിക്കാൻ പറ്റും. നല്ല മാർഗം ഉപവാസം, അല്ലെങ്കിൽ അതാണ് അതിന്റെ മര്യാദ. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് അവരെ തിരുത്താൻ പറ്റുമെന്ന് ഒരു പ്രതിപക്ഷത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ഇനി ഈ പ്രതിഷേധം പ്രതീക്ഷിച്ചുകൊണ്ടാണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് ഇപ്പോ. അതായത് വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അധികം ഈ പറയുന്ന KSU പ്രവർത്തകരെ ഞാൻ അവിടെ കാണുന്നില്ല. ഈ എത്ര വീഡിയോയിൽ നോക്കിയപ്പോൾ 3-4 KSUക്കാരെ ഞാൻ കണ്ടുള്ളൂ. അല്ലാതെ വലിയൊരു കൂട്ടം KSU അവിടെ വന്നിട്ടുള്ളതായി ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെയൊക്കെ എത്രയോ 10 ഇരട്ടി പോലീസുകാരെ ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വലയത്തിലാണ് മന്ത്രി അതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആ ഭാഗത്തു കൂടെ ഈ 3-4 KSUക്കാർക്ക് അവിടെ എത്താൻ പറ്റില്ല. പക്ഷേ KSUക്കാർ വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ മുന്നേ തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന, വീഡിയോയിൽ കാണുന്ന 2 പേര് ആ പ്ലാറ്റ്ഫോമിൽ ആൾറെഡി ഉണ്ട്. അപ്പൊ അവര് നേരത്തെ കൂട്ടി അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് ഈ മുന്നിലേക്ക് ഈ മന്ത്രി വരുമ്പോ തള്ളിക്കേറി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന പോലീസ് സേനയുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഈ മന്ത്രി വരുന്നു, മന്ത്രിക്ക് ഒരു ചാലഞ്ച് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അതിന്റെ ഭാഗമായിട്ടുള്ള ഇത്രയും പോലീസുകാരും വനിതാ പോലീസും ഒക്കെ കൂടിയിട്ട് ഈ മന്ത്രി അകത്തേക്ക് വരുന്നത്. ആ വരുന്ന സമയത്ത് എന്ത് വാചാലതയോടാണ് മന്ത്രി വരുന്നത്. എന്നിട്ട് അവിടെ എത്താറാവുമ്പോ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. 2 KSUക്കാരാണെന്ന് പറയുന്ന 2 പേര് മന്ത്രി വരുന്നത് ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കുന്നു. അടുത്തെത്താറാവുന്നു കണ്ടപ്പോ അത് ആ നോക്കുന്നവൻ പെട്ടെന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് കറുത്ത തുണിയെടുത്ത് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഈ പച്ച ഷർട്ടോ വെള്ള ഷർട്ടോ ഇട്ട അവനും ഓടിച്ചെല്ലുന്നുണ്ട്. ഇതാണ് നമ്മൾ അവിടെ കണ്ട സീന്. അപ്പൊ ഇവരേനെ അതിന്റെ മുന്നിലേക്ക് വരുത്തുകയാണോ വീണ ജോർജും പോലീസും ചെയ്തത് എന്ന് ഞാൻ സംശയിക്കുക. കാരണം ഇവരെങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഫ്രീ ആയി അവർക്ക് നിൽക്കാനുള്ള സംവിധാനം ഇവരുണ്ടാക്കി കൊടുത്തു? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വീണ ജോർജിന് ഇങ്ങനെ ഒരു ത്രട്ടൻ അവിടെ വരുന്നുണ്ട്, ഒരു എതിർപ്പ് വരുന്നുണ്ട് എന്ന് മുന്നേ കൂട്ടി മനസ്സിലാക്കിയ സേന എന്തുകൊണ്ട് അവിടെയുള്ള 4 പുറവും ശ്രദ്ധിച്ചുകൊണ്ട് അതിനൊരു വലയം സൃഷ്ടിക്കാതിരുന്നു? അവര് വരുമ്പോ ഒരു കൂട്ടമായിട്ട്, അതും ഞാൻ മനസ്സിലാക്കുക ഒരു 19 പോലീസ് കാണും, വനിതാ പോലീസൊക്കെ അടക്കം. അതിന്റെ നടുവിൽ ഈ മന്ത്രി ഇങ്ങനെ വാചാലയായി കയറി വരുന്നുണ്ട്. അപ്പൊ ഈ 2-3-4 KSUക്കാരെന്ന് പറയുന്നവൻ അവരുടെ മുന്നിലേക്ക് എങ്ങനെ എത്തി? അത് പ്ലാറ്റ്ഫോം വഴി എത്തി. എന്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഭാഗത്ത് പോലീസ് വന്നില്ല, അവിടെ ചെക്ക് ചെയ്തില്ല, അവിടെ എന്തുകൊണ്ട് സുരക്ഷിത ഏർപ്പെടുത്തിയില്ല? ഇതിനൊക്കെ ഈ മന്ത്രിയും അല്ലെങ്കിൽ ഈ ഭരണവും ഉത്തരം പറയണം. പിന്നെ പ്രതിഷേധിക്കാൻ പോകുന്നവര് എങ്ങനെയെങ്കിലും അതിന്റെ മുന്നിൽ ചാടി എത്തുക എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ഇതൊക്കെ കൂടി നോക്കുമ്പോ ഈ പ്രതിഷേധം ഒരു ആവശ്യമായി വരികയും അത് അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ കഥ വേറെ തരത്തിൽ തിരിച്ചു വിട്ടതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. കാരണം ഈ പറയുന്ന മന്ത്രിയുടെ കഴുത്തിൽ ആരെങ്കിലും ഞെക്കുന്നതോ ഒന്നും തന്നെ ഒരു വീഡിയോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെ ആയാലും ഈ ചെയ്യാൻ പോകുന്നവനോ അവരുടെ പാർട്ടിയോ ഇതൊക്കെ പ്രതീക്ഷിക്കണം. കാരണം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഇത്തരത്തിലുള്ള എല്ലാതരം കഥകളും അവർക്കും പുറത്തേക്കെടുക്കാൻ കഴിയും, ഉണ്ടാക്കാൻ കഴിയും. അതിന് FIR ഉണ്ടാക്കി കേസെടുക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അവരെ അവിടേക്ക് പറഞ്ഞു വിടുമ്പോ അവരും ആലോചിക്കണ്ടേ. അപ്പോ
ഇതിലിപ്പോഴും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇതുവരെ ആ സംഗതി പുറത്തേക്ക് വന്നിട്ടില്ല. ഈ ചാനലുകാർ മൂടി വെച്ച കഥകൾ ആയ കാരണം എന്തോ അറിയില്ല, ആ മന്ത്രിയുടെ അടുത്തെത്തിയതിന് ശേഷമുള്ള ഒരു വീഡിയോയും ആരുടെയും പുറത്ത് വന്നിട്ടില്ല. എന്നാൽ പോലും ഈ പറയുന്ന അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ CCTV ക്യാമറയുണ്ട്. അതിന്റെ പ്രിന്റ് എങ്കിലും എടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് അവിടെ നടന്നത്. പക്ഷെ അതൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇനി കഴുത്തിന് പിടിച്ച് ഞെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഭരണകൂടം അത് പുറത്തേക്ക് വിട്ടു എന്ന് വരാം. അപ്പോ അത് ഇല്ലാത്തടത്തോളം കാലം ആ വീഡിയോകളോ അല്ലെങ്കിൽ ഈ ചാനലുകാരോ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഈ നാടകങ്ങൾ നമ്മൾ കുറെ കണ്ടതാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതേ കണ്ണൂരിൽ കൂടി മുഖ്യമന്ത്രിയുടെ കാറ് പോകുന്ന സമയത്ത് ആ കാറിന് നേരെ ആക്രോശിച്ചോടി വന്ന് കല്ലെറിയുന്നുണ്ട്. അന്ന് ഞാൻ വളരെയധികം അന്ന് ഇത് കുറെ നേരം നോക്കി, ഒന്നും മനസ്സിലായില്ല. മുഖ്യമന്ത്രിയുടെ കാറിന് കല്ലെറിഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ കാറിന് കല്ലെറിഞ്ഞ ന്യൂസ് കേൾക്കുന്നു. പിന്നെ മുഖ്യമന്ത്രി നെറ്റിയിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അന്നൊക്കെ ആലോചിച്ചു, മുഖ്യമന്ത്രിക്ക് നല്ലൊരു ഏറ് തലയ്ക്ക് കിട്ടിയ വെറുതെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് നടന്നാൽ മതിയോ എന്ന് ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ പലതും ചിന്തിക്കേണ്ടതുണ്ട്. അതൊരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേമാതിരി കണ്ണൂരിൽ നിന്ന് എനിക്ക് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയാവുന്നുണ്ട്. ആ യാത്രയിൽ ഇൻഡിഗോ എയർലൈൻസിൽ ഇതേമാതിരി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം കയറി ഫ്ലൈറ്റിൽ. അവരറിഞ്ഞില്ല. നോക്കി, KSUവിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് മുഖ്യമന്ത്രിയോടൊപ്പം അതേ ഫ്ലൈറ്റിൽ കയറി കൂടി യാത്ര ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് എന്താ? അപ്പൊ ഒന്നുമില്ലെങ്കിൽ സെക്യൂരിറ്റി ഫെയിലർ, അല്ലെങ്കിൽ ഇവരെ വേണമെന്ന് വെച്ച് ഈ സെക്യൂരിറ്റിയും ഭരണകൂടവും കൂടി ഒപ്പം കയറ്റി കൊണ്ടായതാണ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായി? ഫ്ലൈറ്റ് പോയി അവിടെ ഇറങ്ങി പോകുന്ന നേരത്ത് മുഖ്യമന്ത്രിയുടെ ബാക്കിലാണ് ഇവർ ഇരുന്നത് തോന്നുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ഇറങ്ങി പോയപ്പോ പിന്നിൽ നിന്ന് ഓടി ചെല്ലുകയും മറ്റേ ജയരാജൻ അതിനെ കയറി തടുക്കുകയും തടുത്ത് വീഴ്ത്തുകയും ഒരേ കഥ നമ്മൾ കണ്ടു. ചുരുക്കം പറയാത്ത യാത്രക്കാരനെ തടുത്ത് വീഴ്ത്തിയതിന് ഇൻഡിഗോ ഈ ജയരാജനെ ഇൻഡിഗോയിലെ യാത്ര തന്നെ ബേൺ ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഒരു സംഭവവും ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ 2 മാസം മുന്നേ നമ്മൾ കണ്ടതാണ്, ഷാഫി പറമ്പിൽ ഏതോ ഒരു പരിപാടിക്ക് പോകുന്നു, അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നു, പെട്ടെന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അപ്പോഴേക്കും ഭയങ്കര ന്യൂസാണ്. മൂക്കിന്റെ പാലം മുഖം മൊത്തം തകർന്നു പോയി. ഷാഫി പറമ്പിലെ ചാനലുകൾ ഇങ്ങനെ എഴുതി, ഫ്ലാഷ് ന്യൂസുകൾ. അവസാനം തിയേറ്ററിൽ കയറ്റി എല്ലാവരും ആകാംക്ഷഭരിതരായി പുറത്ത് ജനക്കൂട്ടം കാവൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് ആ ഷാഫി പറമ്പിലായകരൻ ആ ഒരു മതവിഭാഗത്തിന്റെ ഒരു കൂട്ടം അവിടെ വന്ന് ആ ഹോസ്പിറ്റലാകെ വളഞ്ഞു നിൽക്കുന്നു. അങ്ങനെ നീണ്ട നേരത്തെ സർജറി. അയ്യോ, എല്ലാവരും ഞെട്ടി. എന്നിട്ട് സർജറി കഴിഞ്ഞ് ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസം വീൽ ചെയറിൽ പുറത്തേക്ക് പോകുന്നു. ഇതിൽ തമാശ എന്താ വെച്ചെങ്കിൽ, ഒരു സർജറി മൂക്കിന് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് താടിയുണ്ട്, മനസ്സിലായോ? ഈ സർജറി ചെയ്യുമ്പോ എനിക്ക് നേരിട്ട് അറിയണ കാരണം ഞാൻ പറയുന്നത്, ഏത് സർജറി ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുന്നത് ബോഡി ക്ലീനിങ് ആണ്. ഈ ബോഡി ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കി ഈ ഷേവൊക്കെ ചെയ്ത് എല്ലാ ഭാഗങ്ങളും വളരെ ക്ലീൻ ആക്കും. എന്നിട്ടേ അവിടെ സർജറി ചെയ്യുള്ളൂ. അപ്പൊ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള നാടകങ്ങള് ഈ രാഷ്ട്രീയക്കാര് കളിച്ചിട്ട് ഇപ്പൊ വീണോ ജോർജിന് ഉന്ത് കിട്ടി, തല്ല് കിട്ടി, കഴുത്തു ഉളുക്കിയതോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ ഈ ഡ്രാമ കളി കണ്ടിട്ടോ ജനം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ പൊട്ടം കളി. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഏതൊരു പരിപാടിയിൽ ഷാഫി പങ്കെടുക്കുന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആള്, താടി പോലും പഠിക്കാത്ത ആള്, പിന്നെ എന്തിനാ, ആരെ ബോധിപ്പിക്കാനാണ് പാലം പുതുതായി പണിതു മൂക്കിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞു പരത്തിയത്? അതേമാതിരി ഇപ്പോ വീണ ജോർജ്. വീണ ജോർജിന്റെ കാര്യത്തില് ഞാൻ അല്ലാതെ ഒരു സംഭവം പറയാം. വീണ ജോർജിന്
ഈ കഴുത്തിന് ഉളുക്ക് പറ്റാൻ ഈ KSUക്കാര് വന്ന് തള്ളും പിടിക്കൊന്നും വേണ്ട. അവരുടെ കരിങ്കൊടി പ്രകടനം പെട്ടെന്ന് ഒരു വശത്തു നിന്ന് വരുമ്പോൾ നമ്മള് ഒരു ഉള്ളിലുള്ള ബേജാറ് കൊണ്ട് പെട്ടെന്ന് തല വെട്ടിക്കുമ്പോൾ ഈ കഴുത്ത് ഉളുക്കാൻ ചാൻസ് ഉണ്ട്. അത് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അത് വലിയ ഉളുക്കാണ്. നമ്മൾ വിചാരിച്ച പറയില്ല. പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാരാണ്, ചെറുപ്പക്കാരൊന്നുമല്ല. അപ്പൊ ഈ തല പെട്ടെന്ന് വെട്ടിക്കുമ്പോൾ നമുക്കൊരു ഉളുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റി ആരൊക്കെ ഫോൺ വിളിക്കുന്നു, അങ്ങ് സ്പീക്കർ വരുന്നു, സ്പീക്കർ വിളിക്കുന്നു, സ്പീക്കർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, അവർ തമ്മിൽ രഹസ്യമായി ഫോണിൽ കൂടെ എന്തൊക്കെ പറയുന്നു. പെട്ടെന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് ICUയിലേക്കാ പോയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണ ഒരു ICUയിലേക്ക് ഒക്കെ ഒരാളെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ജനറൽ ഇതിലൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് ശേഷമാണ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICUയിലേക്ക് മാറ്റുന്നത്. ഇത് നേരെ ഷിഫ്റ്റ് ചെയ്തിരിക്കുക ICUയിലേക്ക്. അപ്പൊ ഇതിന്റെ ആ പ്രാധാന്യം അവിടെ തന്നെ കളഞ്ഞു. ഇനി എനിക്ക് സ്പീക്കറോട് പറയാനുള്ള ഒരു കാര്യം, സ്പീക്കർ എന്ന പൊസിഷനിൽ കയറിയിരുന്നാൽ രാഷ്ട്രീയമില്ല എന്ന് സ്പീക്കർ ഓർക്കുക. അത് ഓർത്താൽ ആ സ്പീക്കർ പണിക്ക് നല്ലതാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്പീക്കർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമില്ലാത്തവനാണ്. ആ രാഷ്ട്രീയമില്ലാത്ത പ്രവർത്തന സൂചനകൾ മാത്രമേ സ്പീക്കറിൽ നിന്ന് പാടുള്ളൂ. അവിടെ ഉന്തുണ്ടായി ഈ സ്പീക്കറിനെ എത്ര കരിങ്കൊടി പിടിക്കാനും ഓടാനും ചാടാനും പോയിട്ടുണ്ടാവും. അപ്പോ ഇവിടെ സ്പീക്കറുടെ ജോലിയാണ് കാണിക്കേണ്ടത്. അത് ഞാൻ സ്പീക്കറോടായിട്ട് പറയുകയാണ്. അത് ഇന്നലെ സ്പീക്കർ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു ചെറിയ സംശയം ഇല്ലായകയില്ല. പിന്നെ ഈ വീണ ജോർജിന്റെ വിഷയം ഇത്ര വലിയൊരു വിഷയത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇത് കോവിഡ് കാലത്ത് സർജറി ചെയ്ത സമയത്ത് പറ്റിയ ഒരു തെറ്റ്. ആ തെറ്റ് പെട്ടെന്ന് കണ്ടെത്തിയതൊന്നുമല്ല. ഇത് കുറച്ച് ദിവസമായി ഇത് മനസ്സിലാക്കിയിട്ട്. ആ പാർട്ടിക്കാരനായ വേണുഗോപാലൻ അതിൽ ഇടപെട്ടപ്പോഴാണ് ഇത് ഇത്രയും വലിയ വിഷയത്തിലേക്ക് അത് കൊണ്ടുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ KC വേണുഗോപാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തിരികൊളുത്തിവിടാൻ ഭയങ്കര വിദഗ്ധനാണ്. അതാണ് എനിക്ക് ഇതൊന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോ അല്ലാതെ അവിടെ വീണ ജോർജിനെ ഈ KSUക്കാരെ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പ്രതിഷേധിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അല്ലാതെ അത് ഒരു അറ്റാക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ വളരെയധികം ശക്തമായിട്ട് അതിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാനോ അവരെ ഇല്ലാതാക്കാനോ ഈ പ്രതിഷേധം നടത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ചെയ്യാൻ ഒരു വകുപ്പും ഇവിടെ ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ദേഹോപദ്രവം ആരെ ചെയ്താലും അതായത് ശത്രു മിത്രത്തിനെയോ അല്ലെങ്കിൽ വാദി പ്രതിയെയോ ആരെ ചെയ്താലും അത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കുറ്റമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അവന് കിട്ടണം. പക്ഷെ ഇവിടെ എന്താണ് സത്യമെന്ന്, കാരണം മൂക്ക് പാലം പണിത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നെറ്റിയിൽ ഇത് ഒട്ടിച്ച് നടന്നത് നമ്മൾ കണ്ടു. ഇപ്പോ ഈ നാളെ എന്തൊക്കെയാണ് വീണ ജോർജ് ഫിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ കാണും. അത്രേ എനിക്ക് ഇതിന് പറയാനുള്ളൂ. സാർ സൂചിപ്പിച്ചതുപോലെ മന്ത്രി വീണ ജോർജിനെതിരായ KSUവിന്റെ ആക്രമണത്തിൽ ചർച്ചകൾ സജീവമാവുകയാണ്. യഥാർത്ഥത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്പീക്കറും ആരോഗ്യമന്ത്രിയും അല്ലെങ്കിൽ CPM ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഗൂഢാലോചനയാണോ എന്നതും ചർച്ചകളിൽ സജീവമാകുന്നു വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.